എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ആ, ഓണം ലുക്ക് രണ്ടാമത്തത്, അതായത് ടു ഓണം ലുക്ക് ടു. അപ്പോൾ സിമ്പിളായിട്ടുള്ള നല്ലൊരു പട്ട് സാരിയൊക്കെ ആയിട്ട് സിമ്പിൾ ലുക്കിൽ എങ്ങനെയാണ് അമ്പലത്തിലേക്ക് പോകുമ്പോഴും നമ്മൾ ജസ്റ്റ് നമ്മൾ വീട്ടിലും അങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് ഒരുങ്ങാന്ന് കാണിച്ചതിന് സിമ്പിളായിട്ട്. എന്താ പറയുക, ഓണത്തിന് പൂജയൊക്കെ ഉണ്ടാവില്ലേ, തൃക്കാക്കരപ്പന വെക്കാലോ, അതിനൊക്കെ ഓണക്കളി ഉണ്ടാവില്ലേ, കൈക്കൊട്ടി കളിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോഴൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു ഒതുങ്ങിയ ഒരു മേക്കപ്പാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കണ്ടു നോക്ക്, കണ്ടിട്ട് അഭിപ്രായം. അപ്പോൾ ഞാൻ ഈ കളറ് സാരിയാണ് ഉടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ചൊക്കപ്പും നീലയും പോലത്തെ കളറ് സാരിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിൽ, അതായത് ഓറഞ്ച് കളർ കൺസീലർ എടുത്തിട്ടാണ് ഞാൻ കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചൊരു ഡാർക്ക് വന്നിട്ടുണ്ട്, ഉറക്കൊന്നും ശരിയാകാത്തത് കൊണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് വെച്ചിട്ട് ഒന്ന് ഓറഞ്ച് കളർ കൺസീലർ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇവിടെയൊക്കെ ആയിട്ട് പിമ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓറഞ്ച് എടുത്തിട്ട് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എവിടെയൊക്കെ ഡോട്ട് നിങ്ങൾക്ക് ഉള്ളത്, പിമ്പിൾസ് വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതൊന്ന് വെച്ചിട്ട് കവറേജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള കൺസീലർ എടുത്ത് വീണ്ടും കണ്ണിൻ്റെ അടിയിലും രണ്ട് കോണുകളിലും അതുപോലെ മൂക്കിൻ്റെ ഈ സൈഡിലും അതുപോലെ പിമ്പിൾസ് വന്ന ഭാഗത്ത് കറുപ്പ് കളറായിട്ടിരിക്കുന്നില്ലേ, അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എവിടെയൊക്കെ കവറേജ് ചെയ്യണം അവിടെയൊക്കെ ഈ കൺസീലർ വെച്ചിട്ട് കവറേജ് ചെയ്യുക. എന്നിട്ട് ഒന്നെങ്കിൽ ബ്രഷ് എടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത പരിപാടി, ഈ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അവിടെ അങ്ങനെ പാച്ചസ് വരാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. സെറ്റ് ചെയ്യുന്നത് അതിന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന പ്രോഡക്റ്റ് ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ഫേസിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെവിര മുളക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അതിനുശേഷം ഞാൻ അടുത്തതായിട്ട് ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ മുഖമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്, കൺസീലർ ഇട്ടിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൗണ്ടേഷൻ ഞാൻ എടുത്തിട്ട് ഡോട്ട് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് നിറച്ചും ഡോട്ട് ഇട്ട് വെച്ചിട്ട് എന്നിട്ടാണ് ഞാനൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ച് നമുക്ക് തിരീശിങ്ങനെ ഡോട്ടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കൂടുതലിട്ടിട്ട് ഇതാണ്ട്, അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഡോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെയും വേണമെങ്കിൽ വീണ്ടും എടുത്തിട്ട് ഇടാലും. അതിനനുസരിച്ച് ഞാൻ കുറച്ച് എടുത്തിട്ട് മുഖത്ത് നിറച്ചിങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എടുക്കാറാണ് പതിവ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് അല്ലെങ്കിൽ ലൂസ് പൗഡർ വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസ് ഒന്നാകെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അത് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ കണ്ണിന് താഴത്തും ഫേസിലും അതുപോലെ ചെവിക്കും നമ്മുടെ കഴുത്തിന് താഴെയും ഒക്കെ ആയിട്ട് ഫേസ് പൗഡർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് എന്തായാലും ഫൗണ്ടേഷൻ ആയാലും അതെ, എല്ലാ കാര്യങ്ങളും അത് കഴുത്തിനവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അടുത്ത് ഞാൻ ഐബ്രോ സെറ്റിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഫേസിൽ ഫസ്റ്റ് ഐബ്രോ നന്നായിട്ട് വൃത്തിയായിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് ഫേസ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ബ്രഷ്, ഇന്നാൾ ഞാൻ പെൻസിൽ വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, ഇപ്പം ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ഐബ്രോ സെറ്റിങ് നടത്തുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് എൻ്റെ ഐബ്രോയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടും നന്നായിട്ട് ഷേപ്പൊക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ഐബ്രോസും ഷേപ്പാക്കി നല്ല വൃത്തി പോലെ വരച്ചെടുത്തതിന് ശേഷം ഐ ഷാഡോ എടുത്തിട്ട് ലൈറ്റ് കളറ് ഐ ഷാഡോയാണ് ഞാൻ കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അപ്പം ഞാൻ ആദ്യം ലൈറ്റ് കളറ് ഐ ഷാഡോ അപ്ലൈ ചെയ്തു. അതിന് ശേഷം കുറച്ചും കൂടി അതിൻ്റെ ഡാർക്ക് കളറ് ഐ ഷാഡോ അപ്ലൈ ചെയ്തു. പിന്നെ കുറച്ച് നല്ല ബ്രൗൺ കളറ് ഐ ഷാഡോ അപ്ലൈ ചെയ്യുക, അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ അതന്നെ ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ കണ്ണിൻ്റെ താഴത്തും കൂടി അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ കണ്ണിനൊരു ജീവൻ വെച്ച പോലെ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ആ ബ്രഷ് വെച്ചിട്ട് ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ണൊന്നും കൂടി ഒന്ന് വിടർന്ന് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്തെടുത്ത് കാണിക്കും. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാറ്, ആദ്യം ഒന്ന് ബ്രഷ് വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ സ്മജ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഡാർക്ക് കളറുള്ള ബ്രൗൺ കളറുള്ള ഐ ഷാഡോയാണ് അത് നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കണ്ണ് നന്നായിട്ടൊന്ന് വരച്ചെടുക്കണം കേട്ടോ. കണ്ണിൽ കൺമഷി വെച്ചിട്ട് അല്ലെങ്കിൽ ജെൽ ഐലൈനർ വെച്ചിട്ട് എങ്ങനെയായാലും വേണ്ടിയില്ല, കണ്ണൊന്ന് നന്നായിട്ട് വരച്ചെടുക്കണം. അതാണ് ഞാൻ അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ഇപ്പോൾ കണ്ണ് എഴുതി കൊടുക്കുന്നത്. ലൈറ്റായിട്ട് ജെൽ ഐലൈനർ വെച്ചിട്ട് ഞാൻ കണ്ണിൽ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് ആ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് സ്മച്ചാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് ഇങ്ങനെ വരച്ച പോലെ തോന്നില്ല, എന്നാൽ കണ്ണിൽ കണ്ണെഴുതിയ പോലെ തോന്നുകയും ചെയ്യും. കണ്ണ് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യണത്. ഞാൻ അങ്ങനെ കണ്ണൊന്ന് മെല്ലെ വരച്ചെടുക്കുക. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിലും ആ ബ്രഷ് വെച്ചിട്ട് തന്നെ വരച്ചെടുക്കണം. അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ പെൻസിലും വെച്ചിട്ട് വരയ്ക്കണം കേട്ടോ. കാരണം ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ശീലമായതുകൊണ്ടും പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണം. ബ്രഷ് വെച്ചിട്ട് മെല്ലെ ഉള്ളിൽ തട്ടാണ്ട് കണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാനും. അപ്പോൾ എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റണോണ്ട് ഞാൻ ചെയ്യാണ്. അല്ലാത്തവർ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ അല്ലെങ്കിൽ കൈയിൻ്റെ മുകളാക്കിയിട്ട് എങ്ങനെയാണ് കണ്ണിൽ എഴുതാൻ പറ്റുക അതുപോലെ എഴുതാണ്ട. പിന്നെ ചെറുങ്ങനെ ഒരു വാലിടുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഈ കൺമഷി ആയാലും അതെ എന്താണ് നമ്മുടെ അടുത്തുള്ള ജെൽ ഐലൈനർ അതെടുത്ത് ഇതിൻ്റെ നഖത്തിൻ്റെ മുകളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ കണ്ണിൻ്റെ ഇവിടെ വെച്ചിട്ട് ഒന്ന് മേപ്പട്ടേക്ക് വലിച്ചു കൊടുക്കും. വാലില്ലേ അങ്ങനെ മെല്ലെ ചെറുങ്ങനെ, അപ്പോൾ കണ്ടില്ലേ ചെറുങ്ങനെ ഒരു വാലിട്ട പോലെ ആയിട്ട് നല്ല ഭംഗിയിൽ കിടക്കും. അടുത്ത് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ലൈറ്റ് കളർ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു മാറ്റായതുകൊണ്ട് ഞാൻ കളറായതുകൊണ്ട് ഞാൻ ലിപ്പ് ഗ്ലോസ് വെച്ചിട്ട് ഒന്ന് ഷൈനിങ് ആക്കിയിട്ട് എടുക്കുകയാണ്. ലിപ്പിൻ്റെ നടുക്കിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ചുണ്ട് വെച്ചിട്ട് അങ്ങോട്ടും കൊണ്ട് ഇതാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഗ്ലോസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. അതിന് ശേഷം ഒരൊറ്റ കോട്ട് ആയിട്ട് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. തോനിട്ട് കൊടുക്കേണ്ട, ഒരൊറ്റ കോട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഒരൊറ്റ കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കണ്ണിനടിയിൽ മേലെയും വെച്ചിട്ട് ഒരു പൊട്ട് ഇട്ട് കൊടുത്തിട്ടാ. അതിന് പൊട്ടിട്ടൊന്നും ശരിയാവണില്ല, കുറേ നേരം ട്രൈ ചെയ്തിട്ട് ആ പൊട്ടൊന്നും ശരിയായി കിട്ടിയത്. അങ്ങനെ നമ്മുടെ ചാന്തുണ്ടല്ലോ, എൻ്റെ അടുത്ത് ചാന്തനല്ല സിന്ദൂരം ഉണ്ട്, ലിക്വിഡ് സിന്ദൂരം വെച്ചിട്ട് ഒരു കുത്തുവിട്ട് കൊടുത്തു. പണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ. അത് പണ്ടത്തെ വെർഷനാണ്, പുതിയ വെർഷൻ ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ പണ്ടത്തെ ഒരു മോഡൽ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തലയ്ക്ക് ചീന്തി മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് പോരാം. അതപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് സാരിയൊക്കെ എടുത്ത് മാലയൊക്കെ ഇട്ട് അതുപോലെ കമ്മലൊക്കെ ഇട്ട്, മുല്ലപ്പൂ എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ മുല്ലപ്പൂ എന്നല്ല കേട്ടോ, ആമസോണിൽ വാങ്ങിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് പൂവാണ്. മുല്ലപ്പൂവൊന്നും വാങ്ങാൻ ഇവിടെ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് വെച്ച് ഞാൻ സാരിയൊക്കെ എടുത്ത് ജസ്റ്റ് പണ്ടത്തെ ഹെയർ സ്റ്റൈലാണ്. ഈ ഹെയർ സ്റ്റൈൽ ഇട്ടിട്ട് ഞാൻ ഇത് ഈ മോഡൽ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ച് നമ്മൾ നടുവഴിഞ്ഞിട്ട് പിന്നിട്ടിട്ട് പിന്നിയൻ മേപ്പിട്ട് ഒരു മുല്ലപ്പൂവിൻ്റെ ഇത് പീസും വെച്ച് സ്ലൈഡിട്ട് കുത്തി ഇങ്ങനെ ഒരു മുല്ലപ്പൂവൊന്നും ഉറക്കണില്ല തലയിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒക്കെ തലയിൽ നിന്ന് ഉരുണ്ട് വീഴുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ലുക്കാണിത്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടവേണ്ട എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സെക്കൻഡ് ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.